ഇപ്പോൾ അവരാവശ്യപ്പെട്ടത് ചെയ്തു കൊടുത്തു. പക്ഷേ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നതല്ല ഞങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റൂ അല്ലേ. വൈകാരികമായ ഒരു വിഷമം, സങ്കടം എന്ന് പറയുന്നത് നമ്മളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ സാങ്കേതികമായിട്ട് എന്ത് സാധ്യമാകും അത് അവർ തരുന്ന റിപ്പോർട്ട് അനുസരിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി അതിനകത്ത് എന്തെങ്കിലും കൂടെ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. കാരണം സൈന്യം, ആർമി, നേവി വരെ വന്നു. പക്ഷെ ഇന്നലെ ഈ അർജുന്റെ നദിയിലാണ് എന്ന് പറയുന്ന കണ്ടെത്തലിലാണ് ഇപ്പം നിൽക്കുന്നത്. നദിയിലാണെങ്കിൽ ഏതാണ്ട് 10-20 മീറ്റർ താഴ്ചയുണ്ടെന്ന് പറയുന്നു, 15 മീറ്റർ താഴ്ചയുണ്ടെന്നും കുത്തൊഴുക്കുണ്ടെന്നും പറയുന്നു. അപ്പം മനുഷ്യരിൽ ഇതിനകത്ത് ഇറങ്ങുന്നതാണ്. അപ്പം അതുകൊണ്ട് അറിയാൻ വയ്യ. ഈ സാറയുടെ സാറ്റലൈറ്റ് ഇമേജ് അത്ര ക്ലിയർ ആയില്ല. ഇല്ല, അത് കഴിഞ്ഞ് ഇന്റർനാഷണൽ സാറ്റലൈറ്റിൽ നിന്നുള്ള ഇമേജ് വന്നിട്ടുണ്ട്. വന്നത് വെച്ചാൽ അവർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചായിരിക്കണം. ബന്ധപ്പെട്ടിട്ടുണ്ട്. അല്ല, അതാ പറഞ്ഞ ഇമേജെല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്തുനിന്ന് സ്ട്രിക്റ്റ് ആയിട്ടൊരു ഫൈൻഡിങ് നമുക്ക് ഉണ്ടായിട്ടില്ല. ജില്ലാ കളക്ടർ അറിയിച്ചത് ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കാർമേഘമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ സമയത്ത് ദൃശ്യങ്ങൾ വ്യക്തമല്ല. പക്ഷെ അത് കഴിഞ്ഞുള്ള അതവരാരായും തീർച്ചയായിട്ടും കളക്ടർ നിങ്ങളോടല്ലല്ലോ പറയേണ്ടത്. കളക്ടർ ISRO അറിയിക്കണം അല്ലേ. കാർമേഘം മാറി, ഇനിയിപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടും, അങ്ങനല്ലേ. അവരെ നിങ്ങളല്ലല്ലോ അറിയിക്കേണ്ടത്. ജില്ലാ കളക്ടർ നൽകിയ പ്രതികരണമാണ്. പ്രതികരണമല്ലല്ലോ വലുത്. ജില്ലാ കളക്ടർ ആരാണ്? രാഷ്ട്രീയക്കാരനല്ലല്ലോ. ജില്ലാ കളക്ടർ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയെ അറിയിക്കുക, അല്ലെങ്കിൽ ഗവർണറെ അറിയിക്കുക. ഗവർണർ അത് സോംനാഥിനോട് പറഞ്ഞിട്ട് അത് കാർമേഘം നീങ്ങി എടുക്കൂ എന്ന് പറയാമല്ലോ. അങ്ങനല്ലേ എന്റെ സംവിധാനം ആണോ? ആ സമയത്തെ കാര്യമാണ് അതാ പറഞ്ഞ അപകടം നടന്ന സമയത്ത് അതെ, എടുത്തു, കിട്ടിയില്ല. കളക്ടർക്ക് അത് അറിയിക്കാമല്ലോ. കളക്ടർ ഈ സംവിധാനത്തിനകത്ത് വരുന്ന ആളാണ്, പത്രങ്ങളുടെ മുതലാളിയല്ലല്ലോ. മിസ്റ്റർ അറിയിച്ചതിന്റെ പ്രതികരണമാണ് നടത്തിയത്. അതായത് ഇവർക്ക് ഈ അപകടം നടന്ന സമയത്ത് ഉള്ള ദൃശ്യങ്ങൾ അത് ഈ കാർമേഘം കൊണ്ട് മറഞ്ഞ ദൃശ്യങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞുള്ളത് ആ അപകടം നടന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ വെച്ചിട്ടാണ് നിലവിലെ പരിശോധനകൾ എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണോ? നിങ്ങൾ അങ്ങനല്ല പറഞ്ഞത്. കാർമേഘം നിങ്ങൾ നേരത്തെ പറഞ്ഞത് അങ്ങനല്ല. കാർമേഘം മൂടിക്കിടന്ന് ചിത്രങ്ങളായതുകൊണ്ടാണ് വ്യക്തമാകാഞ്ഞതെന്നാണ്. അങ്ങനെയാണെങ്കിൽ വ്യക്തമായി കാർമേഘം നീങ്ങിയെങ്കിൽ അതെടുക്കണം. അതിന് കളക്ടർക്ക് അധികാരമുണ്ട് വിളിച്ചു പറയാൻ. അത്ര ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ എന്തെങ്കിലും കൂടെ നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ അതിപ്പം എനിക്ക് പറയാവുന്ന കാര്യമല്ല. ഉദ്യോഗസ്ഥർ പറയണം എന്ത് സംവിധാനമാണ് ആവശ്യം. കാരണം ആ കുടുംബത്തിന്റെ പ്രതികരണം ഇന്നലെ അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ്. അവരുടെ സങ്കടമാണ്. അവരിപ്പോ ഇന്നലെ പറഞ്ഞില്ലേ, എങ്ങനെ അവശേഷിക്കുന്നു അങ്ങനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞില്ലേ. അതേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. എനിക്കറിയത്തില്ല, അതൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ്. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പരിശോധിക്കട്ടെ. നിങ്ങൾക്ക് ജുഡീഷ്യൽ അന്വേഷണമൊക്കെ ആവശ്യപ്പെടാമല്ലോ, CBI അന്വേഷണം ആവശ്യപ്പെടാമല്ലോ. അതൊക്കെ നിങ്ങൾ പിന്നെ ആവശ്യം. ഇപ്പൊ സംവിധാനങ്ങൾ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും മറ്റു അതെ, അതിലൊക്കെ വീഴ്ചകളുണ്ടെങ്കിൽ പരിശോധിക്കട്ടെ.